വെൽക്കം തൈമനാണ്. ഈ വീഡിയോ ട്രാൻസ്ക്രിപ്ഷൻ ഇൻ പ്രോകാരിയോട്സിനെ കുറിച്ചിട്ടാണ്. സോ പ്രോകാരിയോട്ടിക് DNA ട്രാൻസ്ക്രിപ്ഷനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാ. അപ്പോൾ നമുക്ക് പറയേണ്ടത് ആദ്യം എന്താണ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് നമുക്ക് പറയണം, ഡെഫിനിഷൻ പറയണം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ DNA റെപ്ലിക്കേഷൻ പറഞ്ഞു. അപ്പോൾ റെപ്ലിക്കേഷനും ട്രാൻസ്ക്രിപ്ഷനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് ജസ്റ്റ് പറഞ്ഞു പോകണം. പിന്നീട് പറയേണ്ടത് റിക്വയർമെന്റ്സ് ആണ്. റിക്വയർമെന്റ്സ് ഫോർ ദ ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ്. സോ RNA പോളിമറേസ്, DNA ഡിപെൻഡന്റ് RNA പോളിമറേസിനെ കുറിച്ച്, അതിന്റെ കമ്പോണൻസിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു പോകണം. ഉണ്ടാക്കുന്നത് DNA-യിൽ നിന്നാണ്, DNA-യുടെ സ്ട്രാൻഡിൽ നിന്നാണ്. സോ DNA സ്ട്രാൻഡ്സിനെ കുറിച്ച് പറയണം. ടെംപ്ലേറ്റ് സ്ട്രാൻഡ് എന്താണ്, നോൺ കോഡിംഗ് സ്ട്രാൻഡ് എന്താണ് എന്നൊക്കെ പറയണം. മറ്റെന്തെങ്കിലും എൻസൈംസ് ഉണ്ടെങ്കിൽ അതിനെ കുറിച്ചൊന്ന് പറഞ്ഞു പോകണം. ദെൻ സ്റ്റെപ്സ് നമ്മൾ പറയണം. പ്രധാനമായിട്ടും 3 സ്റ്റെപ്പാണ് നമ്മൾ പറയുക. ഇനീഷ്യേഷനെ കുറിച്ച് പറയണം, ഇലോങ്ങേഷനെ കുറിച്ച് പറയണം, ആൻഡ് ഓൾസോ ഫൈനലി ടെർമിനേഷനെ കുറിച്ചും പറയണം. ദെൻ റെഗുലേഷനെ കുറിച്ച് ഒരു വാക്ക് കൂടി പറഞ്ഞു പോകണം. ആൻഡ് ഇത് ഞാൻ പല സ്റ്റെപ്പായിട്ടായിരിക്കും പറയുക, 5-6 സ്റ്റെപ്പൊക്കെ ആയിട്ടായിരിക്കും പറയുക. സോ ബേസിക് ഫ്രെയിം വർക്ക് ഓഫ് ദിസ് വീഡിയോ ഇതാണ്. ആൻഡ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വി ആർ ടോക്കിംഗ് ഓൺലി അബൌട്ട് പ്രോകാരിയോട്ടിക് DNA ട്രാൻസ്ക്രിപ്ഷൻ ആണ്. യൂകാരിയോട്സിന്റെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അടുത്ത വീഡിയോയിൽ പറയും. നമ്മുടെ ജനിതക കോഡുകൾ അല്ലെ, ജനറ്റിക് ഇൻഫർമേഷൻ, ജീൻസ് എല്ലാം ഉള്ളത് DNA-യിലാണ്. ഇവിടെ പറയുന്നത് പ്രോകാരിയോട്സ് ആണെങ്കിൽ അവർക്കും അങ്ങനെ തന്നെയാണ്. ആൻഡ് നമ്മളിവിടെ അധികവും പറയുക പ്രോകാരിയോട്സിൽ തന്നെ ഈക്കോളയെ കുറിച്ചിട്ടാണ്. ഈക്കോളൈ ബേസ്ഡ് ആയിരിക്കും നമ്മൾ അധികം പറയുന്നതോടെ ഓർത്ത് വെക്കുക. ആൻഡ് DNA-യിലെ ഈ ഇൻഫർമേഷൻസ്, ഇവിടം വരെയുള്ള ഈ ഇൻഫർമേഷൻസ് നമ്മൾ ഒരു RNA-യിലേക്ക് പകർത്തിയാൽ ഇതാണ് ബേസിക്കലി ട്രാൻസ്ക്രിപ്ഷൻ. ഈ പകർത്തുന്ന പണിയാണ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയാം. അപ്പൊ നമുക്ക് RNA കിട്ടും. സോ ദിസ് ഈസ് RNA. പലതരം RNA ഉണ്ട്. ഇപ്പൊ റൈബോസോമിലുള്ളത് rRNA ആണ്. ട്രാൻസ്ഫർ tRNA ഉണ്ട്. നമ്മളിവിടെ അധികവും പറയുക mRNA കുറിച്ചിട്ടാണ്. MR എല്ലാം തന്നെ സിംഗിൾ സ്റ്റാൻഡേർഡ് RNA ആണ് എല്ലാം. ആൻഡ് ഇതിൽ പ്രോട്ടീൻ ഉണ്ടാക്കാനുള്ള കോഡ് പകർത്തുന്നതാണ് mRNA. സോ ഇതിൽ നിന്ന് നമുക്കൊരു പ്രോട്ടീൻ ഉണ്ടാക്കണമെങ്കിൽ അത് പകർത്തേണ്ടത് mRNA-യിലേക്ക്. സോ ഇവിടെ ആവശ്യമുള്ള വിവരങ്ങൾ, ഒരു പ്രോട്ടീനോ ഒന്നിലധികം പ്രോട്ടീനെ പറ്റിയുള്ള വിവരങ്ങളാണ് ഇത്രയും ഭാഗത്ത് ഉണ്ടാവുക. സോ ജീൻസിൽ നിന്ന് എടുക്കുക. മൊത്തം DNA നമ്മൾ കോപ്പി ചെയ്യുന്നത് റെപ്ലിക്കേഷനിലാണ്. സോ റെപ്ലിക്കേഷനിൽ നമ്മൾ മൊത്തം ഇതൊരു ബുക്കായിട്ട് കൂട്ടിയാൽ മൊത്തം ബുക്ക് കോപ്പി എടുക്കും. ട്രാൻസ്ക്രിപ്ഷനിലെ ബുക്കിന്റെ ഒരു പേജോ ഒരു ചാപ്റ്ററോ മാത്രം നമുക്ക് കോപ്പി ചെയ്താൽ മതി. ഒരു ചാപ്റ്റർ കോപ്പി ചെയ്യുന്നതാണ് അപ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ, മൊത്തം കോപ്പി ചെയ്യുന്നതാണ് റെപ്ലിക്കേഷൻ. സോ കോഡ്, നമുക്ക് ആവശ്യമുള്ള കോഡ് മാത്രമാണ് എടുക്കുക. സോ ഇങ്ങനെ കിട്ടിയ കോഡ് കൊണ്ട് റൈബോസോമിൽ വെച്ച്, സോ ഇത് mRNA കൊണ്ടുപോയി റൈബോസോമിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ വെച്ചിട്ട് അതിൽ നിന്ന് വേണ്ട പ്രോട്ടീൻ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ട്രാൻസ്ലേഷൻ എന്ന് പറയാം. സോ ഫ്രം DNA-യിൽ നിന്ന് നമ്മൾ mRNA തൽക്കാലം എഴുതാം, അല്ലെങ്കിൽ ജസ്റ്റ് RNA. ട്രാൻസ്ക്രിപ്ഷൻ വഴി mRNA ഉണ്ടാക്കുന്നു. ഇതിൽ നിന്ന് ട്രാൻസ്ലേഷൻ വഴി നമ്മൾ പ്രോട്ടീനോ പെപ്റ്റൈഡോ പോളിപെപ്റ്റൈഡോ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ഉണ്ടാക്കും. സോ ഇതാണ് നമ്മളുടെ സെൻട്രൽ ഡോഗ്മ ഓഫ് മോളിക്കുലാർ ബയോളജി എന്ന് പറയുന്നത് ഇതാണ്. സോ അപ്പൊ നമുക്ക് വേണ്ടത് ഒരു ഡെഫിനിഷൻ വേണം. ഡെഫിനിഷൻ ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ ഈസ് ദ പ്രോസസ് ഓഫ് സിന്തസിസ് ഓഫ് RNA. സോ സിന്തസിസ് എന്നുള്ള വാക്കുണ്ട്, RNA എന്നുള്ള വാക്കുണ്ട്. എവിടെ നിന്നാണ്? ഫ്രം DNA മോളിക്കിൽ നിന്ന് RNA ഉണ്ടാക്കിയെടുക്കുന്ന ഈ സിന്തസിസ് പ്രോസസ് ആണ് നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവയുടെ ഫീച്ചേഴ്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയാൽ, ഒന്ന്, പ്രോകാരിയോട്സിൽ ഇത് നടക്കുന്നത് സൈറ്റോസോളിലാണ്. പ്രോകാരിയോട്സിൽ ഇങ്ങനെ ന്യൂക്ലിയസ് പ്രത്യേകമില്ല. ഇവിടെ ഇങ്ങനെ DNA കിടക്കുകയാണ്. ദെൻ ഇവിടെ റൈബോസോം ഒക്കെ ഉണ്ട്. സോ ഇതിൽ നിന്ന് ഉണ്ടാക്കി ഇങ്ങോട്ട് mRNA ഇങ്ങോട്ടേക്ക് ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ tRNA ഇങ്ങോട്ടേക്ക് എടുക്കുക. സോ ഇൻ ദ സൈറ്റോസോൾ, സോ ഫസ്റ്റ് തിങ് ഹാപ്പൻസ് ഇൻ ദ സൈറ്റോസോൾ, നോട്ട് ഇൻ ന്യൂക്ലിയസിൽ വെച്ചല്ല. ദെൻ രണ്ടാമത്തേത് ഉണ്ടാക്കുന്ന സ്പീഡിനെ കുറിച്ചിട്ടാണ്. ട്രാൻസ്ക്രിപ്ഷന്റെ വേഗത എന്ന് പറയുന്നത് നമ്മൾ റെപ്ലിക്കേഷനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ വളരെ സ്ലോ ആണ്. ഇത് ഒരു 1000 ന്യൂക്ലിയോടൈഡ് ഓർ ബേസ് പെയർ ആണ് പെർ മിനിറ്റ് ആണ് നമ്മൾ പറയാം. മറ്റേത് നമ്മൾ സെക്കൻഡ്സിലായിരുന്നു പറഞ്ഞത്. അത്രയും സ്പീഡിലാണ്. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്ന ഡയറക്ഷൻ ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ ഈസ് 5' to 3' ആണ് എന്ന് ഓർക്കുക. സോ RNA ഉണ്ടാക്കുന്നത് 5' to 3' ഡയറക്ഷനിലാണ്. റെപ്ലിക്കേഷനിലും സെയിം ആയിരുന്നു. ഡോട്ടർ സ്ട്രാൻഡ്സ് ഉണ്ടാക്കുന്നത് സെയിം ഡയറക്ഷൻ ആണ്, 5'. സോ രണ്ടും സെയിം ആണ്. ഇനി ഇവിടെ ഉണ്ടാകുന്നത് നാലാമത്തെ കാര്യം, RNA ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഷുഗർ എന്തായിരിക്കും? ഷുഗർ വിൽ ബി റൈബോസ് ഷുഗർ ആണ് എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. സോ സിംഗിൾ സ്റ്റാൻഡേർഡ് RNA ആണ്. സോ റൈബോസ് ഷുഗർ ആണ്, ഡീഓക്സി റൈബോസ് അല്ല എന്നുള്ളത് പ്രത്യേകം ഓർക്കുക. സോ ന്യൂക്ലിയോടൈഡ്സിൽ നമുക്ക് അഡിനിൻ ഉണ്ടാകും, ഗ്വാനിൻ ഉണ്ടാകും, സൈറ്റിഡിൻ ഓർ സൈറ്റോസിൻ ഒക്കെ ഉണ്ടാകും. പ്ലസ് യുറാസിലായിരിക്കും mRNA ഓർ RNA-യിൽ ഉണ്ടാവുക. അവിടെ T എന്ന വാക്ക് തൈമിഡിൻ ആയിട്ട് ബന്ധപ്പെട്ടുള്ള വാക്കുകൾ
ഒന്നും ഇല്ല. ഓക്കെ, സോ ബിക്കോസ് ഇറ്റ് ഈസ് RNA ആണ്, പ്രത്യേകം ഓർക്കുക. സോ എ നമ്മൾ സാധാരണ എ ഇങ്ങനെയാണ് എഴുതുന്നതെങ്കിൽ DNA-യിൽ അത് അങ്ങനെയല്ല എഴുതുക. എ ഇങ്ങനെ എഴുതുക, യു ആണ് നമ്മൾ എഴുതുക. ഓക്കെ, സോ ഇൻ mRNA എ അഡെനിൻ പെയർസ് വിത്ത് യുറാസിൽ ആണ് എന്നുള്ളത് പ്രത്യേകം ഓർക്കുക. ഇനി അഞ്ചാമത്തത്, ഇവിടെ ഉണ്ടാകുന്ന mRNA-യിൽ പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ മോഡിഫിക്കേഷൻ, ട്രാൻസ്ക്രിപ്ഷൻ കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ മോഡിഫിക്കേഷൻസ് ഒന്നും വേണ്ട. പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ മോഡിഫിക്കേഷൻസ് ഒന്നും വേണ്ട, സ്പ്ലൈസിങ് വേണ്ട, ക്യാപ്പിംഗ് ഒന്നും വേണ്ട. മിക്കവാറും റെഡി ടു യൂസ് mRNA ആയിരിക്കും. mRNA-യുടെ കാര്യമാണ് ഞാൻ പറയാ. mRNA ഈസ് റെഡി ടു യൂസ്. ജങ്ക്ഡ് RNA സീക്വൻസ് ഒന്നുമില്ല. സോ കിട്ടുന്നതിനെ നമ്മൾ പ്രൈമറി RNA, പ്രൈമറി ട്രാൻസ്ക്രിപ്റ്റ് എന്നാണ് നമ്മൾ വിളിക്കുക. പക്ഷെ mRNA അല്ല എന്ന് വിചാരിക്കുക. ഇപ്പൊ rRNA ആണ്, tRNA ആണ് എങ്കിൽ there will be some post transcriptional modifications. സോ ഇവിടെ ആവശ്യമില്ല, mRNA-യിൽ ആവശ്യമില്ല. സോ അപ്പോൾ നമുക്കിത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് മാറ്റി എഴുതണം എന്നുള്ളതാണ്. പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ മോഡിഫിക്കേഷൻസ് വേണോ എന്ന് ചോദിച്ചാൽ mRNA-യിൽ വേണ്ട, tRNA അതിലൊക്കെ വേണം. ഇനി ആറാമത്തെ പോയിന്റ്, ഈ ട്രാൻസ്ക്രിപ്ഷനകത്ത് പ്രൈമറിന്റെ ആവശ്യം ഇല്ല എന്നുള്ളത്. മറ്റേതിനകത്ത് നമ്മൾ ആദ്യം ഒരു പ്രൈമർ വെച്ച് കൊടുക്കുന്നു, അതേപോലെ ഉണ്ടാക്കിയെടുക്കണം. ഇവിടെ നോ പ്രൈമർ ഇല്ല. നെക്സ്റ്റ് പോയിന്റ് നമ്പർ 7 ആയിട്ട് നമുക്ക് എഴുതാവുന്നത്, ഈ പ്രോകാരിയോട്സിൽ ഈ പ്രോസസ് ട്രാൻസ്ക്രിപ്ഷൻ ആയാലും ആൻഡ് നെക്സ്റ്റ് പ്രോസസ് ട്രാൻസ്ലേഷൻ, ഇത് രണ്ടും നമുക്ക് പറയാൻ പറ്റും ദീസ് ആർ കപ്പിൾഡ് ആണെന്ന് പറയാം, ഓർ സൈമുൾട്ടേനിയസ് ആണ്, സൈമുൾട്ടേനിയസ് പ്രോസസ് ആണെന്ന് പറയാം. രണ്ടും നടക്കുന്നത് സൈറ്റോപ്ലാസത്തിൽ വെച്ചിട്ടാണ്. സോ ഇവിടെ നിന്ന് ഒരു ട്രാൻസ്ക്രിപ്ഷൻ നടന്നാൽ നേരെ അങ്ങോട്ട് കൊണ്ടുപോയി റൈബോസോമിൽ വെച്ചിട്ട് പ്രോട്ടീൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. സോ സൈമുൾട്ടേനിയസ് ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ പ്രോസസ് ആണ് ഇവിടെ നടക്കുക എന്ന് പറയാം. ആൻഡ് എട്ടാമത്തെ പോയിന്റ്, പ്രോകാരിയോട്സിലെ DNA എന്ന് പറയുന്നത് ദാറ്റ് ഈസ് പോളിസിസ്ട്രോണിക് ആണ്. പോളിസിസ്ട്രോണിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1, 2, 3 പ്രോട്ടീൻ കോഡ്. ഇപ്പൊ DNA ഇതാണെങ്കിൽ ഈ കോഡ് എന്ന് പറയുന്നത് 1, 2, 3 തരം പ്രോട്ടീൻ്റെ ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ പലതരം പ്രോട്ടീൻ്റെ ഒക്കെ. അതിന് തൊട്ട് മുമ്പിൽ ഒരു പ്രൊമോട്ടർ റീജിയൻ ആയിരിക്കും ഉണ്ടാവും. സോ എ സിംഗിൾ പ്രൊമോട്ടർ റീജിയൻ ഫോർ റെഗുലേഷൻ ഓഫ് മോർ ദാൻ 1 ജീൻ. ഇപ്പൊ ഉദാഹരണം ഇത് Z, ഇത് Y. ഇൻ ലാക്കോപ്രോണിന്റെ കേസിൽ പറയുകയാണെങ്കിൽ ആൻഡ് Z ഫോർ ബീറ്റ ഗാലക്ടോസിഡേസ് ആണ്, ആൻഡ് ദിസ് Y ഈസ് ഫോർ ലാക്ക് പെർമേസ് ആണെന്ന് വിചാരിക്കുക, ആൻഡ് ദിസ് A ഫോർ ട്രാൻസ് അസെറ്റിലേസ് ആണെന്ന് വിചാരിച്ചാൽ ഒറ്റൊരു പ്രൊമോട്ടർ മതി ഇതെല്ലാം ഒരുമിച്ച് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ആൻഡ് 9ാമത്തെ പോയിന്റ്, ഈ ട്രാൻസ്ക്രിപ്ഷൻ നടത്താൻ നമുക്ക് ആകെ ഒറ്റ ആൾ മതി, അതാണ് RNA പോളിമറേസ് ഓർ DNA ഡിപ്പെൻഡന്റ് RNA പോളിമറേസ് എന്നാണ് നമ്മൾ കൃത്യമായിട്ട് പറയുക. മറ്റേതിനകത്ത് DNA പോളിമറേസ് 1, 2, 3 അങ്ങനെയൊക്കെ പലതും പഠിക്കും. പിന്നെ ഒരു പ്രോട്ടീൻ നമുക്ക് വേണ്ടത് മിക്കവാറും ബ്രിഡ്ജ് പ്രോട്ടീൻ ആയിരിക്കും. ദെൻ ചിലപ്പോഴെങ്കിലും ഐസോമറൈസസും വേണ്ടി വരും. അപ്പൊ ഇനി പറയേണ്ടത് പ്രോട്ടീൻ ഉണ്ടാക്കാൻ വേണ്ട കോഡുള്ള ജീൻ ഉള്ള DNA കുറിച്ചിട്ടാണ്, പ്രൊമോട്ടർ റീജിയനെ കുറിച്ചിട്ടാണ് പറയുന്നത്. DNAക്ക് നമുക്ക് ഇനി ഇങ്ങനെ വരയ്ക്കാം, 2 സ്ട്രാൻഡ് ഉണ്ട്, ഓക്കെ നമുക്കറിയാം. സോ പ്രോട്ടീൻ കോഡ് പക്ഷേ ഒരെണ്ണത്തിൽ നിന്ന് എടുത്താൽ മതി, 2 നിന്ന് എടുക്കേണ്ട ആവശ്യമില്ല. സോ ഈ കോഡ് എടുക്കുന്ന സ്ട്രാൻഡ്, സപ്പോസ് ഇതാണ് കോഡ് എടുക്കുന്ന സ്ട്രാൻഡ് എങ്കിൽ ഇതിനെ നമുക്ക് ടെംപ്ലേറ്റ് സ്ട്രാൻഡ് എന്ന് വിളിക്കാം. സോ ദിസ് ഇസ് ടെംപ്ലേറ്റ് സ്ട്രാൻഡ് അല്ലെങ്കിൽ നോൺ സെൻസ് സ്ട്രാൻഡ് എന്നും നമുക്ക്. സോ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ഇസ് ദ സ്ട്രാൻഡ് ഓഫ് DNA ഫ്രം വിച്ച് ദ RNA, ഇതിൽ നിന്നാണ് നമ്മൾ RNA ഉണ്ടാക്കുന്നത്. RNA ഈസ് ട്രാൻസ്ക്രൈബ്ഡ്. അപ്പോൾ അല്ലാത്ത ഈ സ്ട്രാൻഡ് അതിനെ നമുക്ക് കോഡിംഗ് സ്ട്രാൻഡ് എന്നാണ് വിളിക്കുക. കോഡിംഗ് സ്ട്രാൻഡ് അല്ലെങ്കിൽ നമുക്ക് സെൻസ് സ്ട്രാൻഡ് എന്നും വിളിക്കാം. സെൻസ് സ്ട്രാൻഡ് അല്ലെങ്കിൽ നോൺ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് എന്നും ഒക്കെ നമുക്ക് വിളിക്കാം. സോ ഇതിനെ സെൻസ് ഓർ കോഡിംഗ് സ്ട്രാൻഡ് എന്ന് വിളിക്കാൻ കാരണം എന്താണ്? കാരണം ഇതിൽ നിന്നാണ് നമ്മൾ എന്തുണ്ടാക്കുക, നമ്മളുടെ mRNA ഉണ്ടാക്കുന്ന ഇതിൽ നിന്നാണ്. സോ mRNA-യുടെ അതേ കോഡ് തന്നെ ആയിരിക്കും ഇവിടെ ഇങ്ങനെ ഇരിക്കുക, അല്ലെ, സെയിം ആയിരിക്കും. കാരണം ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ ഇരിക്കുക. എക്സെപ്റ്റ് ഇവിടെ വ്യത്യാസം എന്തായിരിക്കും, ഇവിടെ DNA ആയതുകൊണ്ട് തൈമിഡിൻ ആയിരിക്കും, ഇവിടെ നമുക്ക് യുറാസിലായിരിക്കും ന്യൂക്ലിയോടൈഡ് എന്നുള്ളതാണ് വ്യത്യാസം. സോ അപ്പോൾ നമ്മൾ ഏത് DNA സ്ട്രാൻഡ് ആണ് ടെംപ്ലേറ്റ് ആയിട്ട് എടുക്കുന്നത് എന്നാണ് നമുക്കറിയേണ്ടത്. എന്തുകൊണ്ട് ഇത് എടുക്കുന്നു, എന്തുകൊണ്ട് ഇത് എടുക്കുന്നില്ല എന്ന് ചോദിച്ചാൽ നമുക്കറിയാവുന്നത് mRNA നമ്മൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് പറഞ്ഞത്. RNA ആണ് ഞാൻ പറഞ്ഞതെങ്കിൽ എപ്പോഴും mRNA എന്നായിരിക്കും പറഞ്ഞു പോവുക. അത് നമ്മൾ ഉണ്ടാക്കുന്നത് 5' to 3' ഡയറക്ഷനിലാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇതാണ് അപ്പോൾ 5' to 3 ഡയറക്ഷനിലേ ഉണ്ടാക്കാൻ പറ്റൂ. സോ ഇങ്ങനെ ഉണ്ടാക്കാൻ അപ്പോൾ DNA സ്ട്രാൻഡ് 3' to 5' ഡയറക്ഷനിലായിരിക്കണം, അല്ലെ, എന്നാലല്ല അത് ഉണ്ടാക്കുമ്പോൾ. DNA 3' to 5' ആണെങ്കിലാണ് അതിൽ നിന്ന് നമുക്ക് 5' to 3' ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഈ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ഇത് ഉപയോഗിക്കുക. സോ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ആന്റിസെൻസ് സ്ട്രാൻഡ്, നോൺ സെൻസ് എന്നല്ല, ആന്റിസെൻസ് എന്നാണ്. ആന്റിസെൻസ് സ്ട്രാൻഡ് എന്ന് നമ്മൾ വിളിക്കും, ഓർ നോൺ കോഡിംഗ് സ്ട്രാൻഡ് എന്നും വിളിക്കാം. ഇനി നമ്മൾ DNA ഒന്ന് വരച്ചാൽ ഇങ്ങനെ വരയ്ക്കാം. ഇത് 5' to 3' ആണ്, ഇത് 3'
5 പ്രൈം ആണെന്ന് കരുതിയാൽ ഇതാണ് നമ്മുടെ ടെംപ്ലേറ്റ് സ്ട്രാൻഡ്. സോ ഇതിൽ തൽക്കാലം നമുക്ക് ഇവിടെ ഈ ഭാഗത്ത് വെച്ചിട്ടാണ് പ്രോട്ടീൻ ഉണ്ടാക്കാനുള്ള കോഡ് ഉള്ളത് സ്റ്റാർട്ട് ചെയ്യുക എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് TSS അല്ലെങ്കിൽ ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റാർട്ടിംഗ് സൈറ്റ് എന്ന് വിളിക്കും. ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റാർട്ടിംഗ് സൈറ്റ് ഇവിടെയാണ്. ഇവിടെ നമ്മൾ അതിന് +1 സൈൻ ആണ് കൊടുക്കുക. ആൻഡ് അപ്സ്ട്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്കാണ്, നെഗറ്റീവിലേക്ക് പോകുന്ന ഭാഗമാണ്. ഡൗൺ സ്ട്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് പോകുന്ന ഭാഗമാണ് എന്ന് ഓർത്ത് വെച്ചേക്കുക. സോ അപ്സ്ട്രീം ടു ഇവിടെ ഒരു -10 ഇവിടെ ഒരു ഭാഗം ഉണ്ട്. അവിടുത്തെ കോഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ TAT എന്നായിരിക്കും മുകൾ വശത്താണ് ഞാൻ പറയാ കാണുക. സോ ഇതിനെ നമ്മൾ ടാറ്റ ബോക്സ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ നമുക്ക് വിളിക്കാവുന്നത് കറക്റ്റ് പേര് പ്രിപ്നോ ബോക്സ് എന്നാണ് വിളിക്കുക. സോ ഇവിടെ നമുക്ക് കോഡ് നോക്കി കഴിഞ്ഞാൽ അറിയാം TATA ഒക്കെയാണ് ഉള്ളത്. സോ ഇവിടെ ഡബിൾ ബോണ്ട് ആയിരിക്കും, അല്ലെങ്കിൽ ഹൈഡ്രജൻ ബോണ്ട് ഈസ് ഡബിൾ ആണ്. സോ ഇവിടെ വെച്ചിട്ടാണ് DNA നമ്മുടെ ഇനീഷ്യൽ തുടക്കത്തിൽ മെൽറ്റ് ചെയ്യാൻ തുടങ്ങുന്ന ഭാഗം ഇവിടെ വെച്ചിട്ടായിരിക്കും. സോ ഇതിനും അപ്സ്ട്രീം ആയിട്ട് ഇങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഒരു -35 ഭാഗത്തേക്ക് വന്നാൽ, -35 ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെയും ഒരു കോൺസെൻസസ് സീക്വൻസ് ഉണ്ട്. അത് ഇങ്ങനെയാണ് TG ഇങ്ങനെ ഒരു സീക്വൻസ് ഉണ്ട്. സോ ഇതും സീക്വൻസ് എല്ലാം നമ്മൾ ഈക്വളെ കുറിച്ചിട്ടാണ് പറയാ. സോ ഇതെല്ലാം പ്രിസർവ്ഡ് ആണ്, അതുകൊണ്ട് നമ്മൾ അതിനെ കോൺസെൻസസ് സീക്വൻസോ കൺസേർവ്ഡ് സീക്വൻസോ എന്നായിരിക്കും നമ്മൾ പറയാ. സോ ഇവിടെയാണ് നമ്മുടെ RNA പോളിമറൈസ് എന്ന് പറയുന്ന നമുക്ക് പ്രോട്ടീൻ ഉണ്ടാക്കേണ്ട അല്ലെങ്കിൽ mRNA അല്ലെങ്കിൽ RNA ഉണ്ടാക്കേണ്ട ആൾ വന്ന് ഒട്ടിച്ചേരേണ്ട സ്ഥലമാണ്. ആൻഡ് തൊട്ട് മുമ്പ് ഇവിടെ ഒരു ആപ്പ് എലമെന്റ് കൂടി പറയാറുണ്ട്, പല ബുക്കിലൊക്കെ ഉണ്ട്. സോ ഇത്രയും ചേർന്ന ഈ ഭാഗത്തെ നമ്മൾ വിളിക്കുക, ഇവിടം വരെയുള്ള ഭാഗത്തെ നമ്മൾ വിളിക്കുക പ്രൊമോട്ടർ റീജിയൻ എന്ന. അപ്പോൾ ഇനി നമുക്ക് പറയേണ്ടത് ഇവിടെ ഈ പ്രൊമോട്ടർ റീജിയനിലേക്ക് വന്ന് ഒട്ടിച്ചേർന്ന് ശേഷം മുന്നോട്ട് പോയി സ്ട്രാൻഡ് കോഡോൺ തുടങ്ങി ഇങ്ങനെ അങ്ങോട്ട് പ്രോട്ടീൻ സീക്വൻസ്, ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ഒക്കെ വായിച്ച് പ്രൂഫ് റീഡ് ചെയ്ത് mRNA ഉണ്ടാക്കാൻ പറ്റുന്ന കഴിവുള്ള ആളെ കുറിച്ചിട്ടാണ്, എൻസൈമിനെ കുറിച്ചിട്ടാണ്. അതാണ് RNA പോളിമറൈസ് എന്ന് പറയുന്ന എൻസൈം. കൃത്യമായിട്ട് പറഞ്ഞാൽ DNA ഡിപ്പെൻഡന്റ് RNA പോളിമറൈസ് എന്ന് പറയും. ഏകദേശം 400 കിലോ ഡാൾട്ടൺ ഉള്ള ആളാണ്. സ്ട്രക്ചറലി ആളൊരു ഹെക്സാമറാണ്. 6 സംഭവങ്ങൾ ചേർന്നിട്ടുള്ള ഒരാളാണ്. 6 സബ് യൂണിറ്റ്സ് ഉണ്ട്. പക്ഷെ ഈ 6ാമൻ എപ്പോഴും ഉണ്ടാവണമെന്നില്ല. സോ 2 ആൽഫ സബ് യൂണിറ്റ് ഉണ്ട്. നമ്മൾ 2 ആൽഫ സബ് യൂണിറ്റ് ഉള്ളതുകൊണ്ട് എപ്പോഴും α2 എന്ന് എഴുതാറുണ്ട്. ദെൻ 2 ബീറ്റ ഉണ്ട്, ഒരു ബീറ്റ ഉണ്ട്. ദെൻ ബീറ്റ പ്രൈം ഓർ β1 സബ് യൂണിറ്റ് ഉണ്ട്. ആൻഡ് ഇത്രയും ചേരുന്ന ആളാണ് നമ്മൾ കോർ പോളിമറൈസസ് എന്ന്. ഇതാണ് പണിയൊക്കെ ചെയ്യുക കോർ പോളിമറൈസ് എൻസൈം. ആൻഡ് വേറൊരാൾ കൂടിയുണ്ട്, അതാണ് ഒമേഗ എന്ന് പറയുന്ന സബ് യൂണിറ്റ് കൂടിയുണ്ട്. ഒമേഗ സബ് യൂണിറ്റ് ഇതെല്ലാത്തിനെയും കൂടി ഒരുമിച്ച് അസംബിൾ ചെയ്യുന്ന ആളാണ്. മാത്രമല്ല ഉണ്ടായിക്കഴിഞ്ഞാൽ RNA ഫോൾഡ് ചെയ്യാനും ഈ ഒമേഗ സഹായിക്കുന്നുണ്ട്. ആൻഡ് ഈ കോർ പോളിമറൈസിലേക്ക് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ 1 2 3 4 ഒമേഗ, ഇവിടേക്ക് വേറൊരാൾ കൂടി വന്ന് അവസാനം ചേരുന്ന ഒരാളാണ്. അയാളുടെ പേരാണ് സിഗ്മ സബ് യൂണിറ്റ്. സോ സിഗ്മ സബ് യൂണിറ്റ് കൂടിയുണ്ട്. സോ ഇതെല്ലാം ചേരുന്നതിനെ നമ്മൾ ഹോളോ എൻസൈം എന്നാണ് വിളിക്കുന്നത്. ഹോളോ എൻസൈം ഈസ് എല്ലാം കൂടി ചേർന്നതാണ്. ആൻഡ് സിഗ്മ സബ് യൂണിറ്റ്സ് തന്നെ പല തരമുണ്ട്. പ്രധാനപ്പെട്ട ഒരാൾ 70 ആണ്, ഹൗസ് കീപ്പിംഗ് ആണ്. ദെൻ 54, 38, 32, 28, 18, 24 ഇങ്ങനെയൊക്കെ പറഞ്ഞ പല ആൾക്കാരും പല ഫംഗ്ഷൻ ചെയ്യുന്ന സിഗ്മ സബ് യൂണിറ്റ്സും ഉണ്ട്. സോ അപ്പോൾ ഇനി നമുക്ക് പറയേണ്ടത് ട്രാൻസ്ക്രിപ്ഷൻ പ്രോസ് ആണ്. 3 സ്റ്റെപ്പാണ്. 1 ഈസ് ഇനീഷ്യേഷൻ, 2 ഈസ് എലോങ്ങേഷൻ ആൻഡ് 3rd 1 ഈസ് ടെർമിനേഷൻ. നമുക്കിതൊരു 6 സ്റ്റെപ്പുകളായിട്ട് 6 ഹെഡിങ്ങിൽ നമുക്ക് പറയാം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് RNA പോളിമറൈസിൽ നമുക്കിതങ്ങ് വരച്ച് പോയേക്കാം. RNA പോളിമറൈസ് DNAയിലെ പ്രൊമോട്ടർ സൈറ്റിൽ വന്ന് ഒട്ടിച്ചേരുക എന്നുള്ളതാണ് ഫസ്റ്റ്. സോ കോർ പോളിമറൈസിന് DNAയിൽ ഒട്ടിച്ചേരാൻ പറ്റും. സോ കോർ പോളിമറൈസ് ഇതാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ആദ്യം പ്രൊമോട്ടർ റീജിയൻ വരയ്ക്കണം. സോ ഇത് ഉണ്ട്, ദെൻ ഇത് 10ാമത്തെ റീജിയൻ, ദെൻ 35 ആണെന്ന് വിചാരിക്കുക. ദെൻ അപ്പർ ഏരിയ കൂടി വരച്ചേക്കാം. ആൻഡ് ഇത് ഇവിടെ വന്ന് ഇങ്ങോട്ട് ഒട്ടിച്ചേരുകയാണ് എന്ന് നമ്മൾക്ക് വിചാരിക്കുക. സോ ദിസ് ഈസ് RNA പോളിമറൈസ്. കോർ പോളിമറൈസിന് RNAയിൽ ഒട്ടിച്ചേരാൻ പറ്റും, പക്ഷേ എവിടെയാണ് പ്രൊമോട്ടർ സൈറ്റ് എന്ന് അതിന് അറിയാൻ പറ്റില്ല. ഇത് കാണിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ സിഗ്മ സബ് യൂണിറ്റ് ആണ്. സിഗ്മ സബ് യൂണിറ്റ് ഫംഗ്ഷൻ. സോ RNA പോളിമറൈസ് DNAയിൽ ഒട്ടിച്ചേരുന്നുണ്ട്. സോ സിഗ്മ സബ് യൂണിറ്റ് ഉണ്ട്. ആൻഡ് ഇവിടെ ഇപ്പോൾ DNA സെപ്പറേറ്റഡ് ആയിട്ടില്ല. സോ അപ്പോൾ ഇതിനെ നമുക്കൊരു ക്ലോസ്ഡ് കോംപ്ലക്സ് എന്ന് വിളിക്കാമല്ലോ. ക്ലോസ് കോംപ്ലക്സ് ഓഫ് RNA പോളിമറൈസ് വിത്ത് DNA പ്രൊമോട്ടർ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് RNA ബൈൻഡിങ് ടു RNA polymerase binding to DNA and closed complex formation ആണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സോ ദിസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്, ഫോർമേഷൻ ഓഫ് എ ക്ലോസ്ഡ് ബൈനറി കോംപ്ലക്സ് എന്ന് നമുക്ക് പറയാം. രണ്ടാമത്തെ സ്റ്റെപ്പ്, ആദ്യത്തെ സ്റ്റെപ്പ് പറഞ്ഞു. രണ്ടാമത്തെ സ്റ്റെപ്പ് ഈസ് ഓപ്പണിംഗ് ആണ്. ഓപ്പണിംഗ് ഓഫ് പ്രൊമോട്ടർ കോംപ്ലക്സ് ഓപ്പൺ ചെയ്യുന്നു. പ്രൊമോട്ടർ കോംപ്ലക്സ്
കോംപ്ലക്സ് ഓപ്പൺ ചെയ്യും. സോ RNA പോളിമറൈസ് ഇവിടെ വന്ന് DNA വന്ന് ഒട്ടിച്ചേരുമ്പോൾ ഒരു കൺഫർമേഷണൽ ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്. RNA പോളിമറൈസ് ഏകദേശം ഇതൊരു 60 ബേസ് പെയർ 60 to 80 ബേസ് പെയർ ലെങ്ത് ഒക്കെ ഉണ്ട് എന്ന് നമുക്ക് വിചാരിക്കാം. അത്ര നീളമുണ്ട്. ആൻഡ് RNA പോളിമറൈസ് ഇപ്പൊ എന്ത് ചെയ്യും, ഇതിനെ പതിയെ അൺവൈൻഡ് ചെയ്യുകയാണ്. ഇത് സ്റ്റാർട്ട് സൈറ്റ് ആണെന്നാണ് ഞാൻ പറഞ്ഞത്. സോ RNA പോളിമറൈസ് വിൽ നൗ അൺവൈൻഡ് ദ DNA സ്ട്രാൻഡ്. സോ ഇവിടുത്തെ സെഗ്മെന്റ് എന്താണ് നമ്മൾ പറഞ്ഞത് TAT ആണ് ഉള്ളത്. ഇവിടെ ഹൈഡ്രജൻ ഡബിൾ ബോണ്ട്സ് മാത്രമേ ഉള്ളൂ, മറ്റു സ്ഥലത്തൊക്കെ ട്രിപ്പിൾ ബോണ്ട് ഉള്ള ഭാഗമാണ്. സോ മെൽറ്റ് ചെയ്യാൻ സുഖമാണ്. സോ DNAയുടെ ഈ ഭാഗം മെൽറ്റ് ചെയ്യുന്നു. സോ സ്ട്രാൻഡ്സ് വിൽ നൗ ഓപ്പൺ. ഈ ഭാഗം സ്ട്രാൻഡ്സ് ഇങ്ങനെ പതിയെ ഓപ്പൺ ആകുന്നു. സോ ഇവിടെ ഒരു ട്രാൻസ്ക്രിപ്ഷൻ ബബിൾ ഈസ് ഫോം. സോ ഇത് സംഭവം ഇവിടെ ഉണ്ട് എന്ന് വിചാരിക്കുക. ദിസ് ഈസ് RNA പോളിമറൈസ് ആണ്. ഇതൊന്ന് ഓപ്പൺ ചെയ്യുന്നു. ഒരു ട്രാൻസ്ക്രിപ്ഷൻ ബബിൾ സെപ്പറേറ്റഡ് ആകുമ്പോൾ ക്ലോസ്ഡ് കോംപ്ലക്സ് ഇപ്പോൾ ഓപ്പൺ ആകുന്നു. ട്രാൻസ്ക്രിപ്ഷൻ ബബിൾ ഏകദേശം ഒരു 10 to 20 ബേസ് പെയർ നീളമുണ്ട് എന്ന് നമ്മൾ അങ്ങോട്ട് കരുതും. സോ ഈ ഭാഗത്തിനെ നമുക്കപ്പോൾ പ്രീ ഇനീഷ്യേഷൻ കോംപ്ലക്സ് എന്ന് വിളിക്കാം. സോ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓപ്പണിംഗ് ഓഫ് പ്രൊമോട്ടർ കോംപ്ലക്സ് ആൻഡ് അതിന്റെ കൂടെ തന്നെ ട്രാൻസ്ക്രിപ്ഷൻ ബബിൾ ഫോർമേഷൻ ആണ്. സോ ഓപ്പണിംഗ് ഓഫ് ദിസ് ബൈനറി കോംപ്ലക്സ് ഇപ്പൊ ഓപ്പൺ ആകുന്നു എന്നുള്ളതാണ് ഇവിടെ സംഭവിച്ചത്. അപ്പൊ നമുക്ക് മൂന്നാമത്തെ തേർഡ് സ്റ്റെപ്പ് പറയാം. സോ mRNA ചെയിൻ ഇവിടെ ഉണ്ടാകലാണ്. അടുത്ത സ്റ്റെപ്പ് തുടങ്ങലാണ്. സോ ദിസ് ഈസ് ചെയിൻ ഇനീഷ്യേഷൻ ആണ്. സോ ഇവിടെ RNA പോളിമറൈസിലെ ബീറ്റ സബ് യൂണിറ്റ്, ഇവിടെ നമ്മൾ പറഞ്ഞു ആൽഫ സബ് യൂണിറ്റ് ഉണ്ട്, ബീറ്റ സബ് യൂണിറ്റ് ഉണ്ട്, ദെൻ ഒമേഗ സിഗ്മ ഒക്കെ ഉണ്ട്. സോ ഇതിൽ ബീറ്റ സബ് യൂണിറ്റിലെ പോളിമറൈസേഷൻ സൈറ്റിലാണ് ഈ പ്രവർത്തനം നടക്കുക. സോ ആദ്യത്തെ കോഡ്, ഇവിടുത്തെ ഉള്ള ഒരു കോഡ് നോക്കുന്നു. ഈ കോഡിലുള്ള ആദ്യത്തെ ന്യൂക്ലിയോടൈഡ്സിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സംഭവം എടുത്ത് ഇവിടെ നമ്മുടെ സംഭവം ഇവിടെ വെക്കുകയാണ് എന്ന് കരുതുക. സോ വെക്കുമ്പോൾ നമ്മൾ പറഞ്ഞു 5' to 3' വെക്കുക. അപ്പൊ ഇതിന്റെ ഈ ന്യൂക്ലിയോടൈഡിന്റെ 5' ഈ എൻഡിലും 3' ആ ഭാഗത്ത് 3 ഹൈഡ്രോക്സി ആ ഗ്രൂപ്പ് ഒക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും കരുതുന്നു. സോ അങ്ങനെ ആയിരിക്കും വെക്കുക. ഇനി അടുത്ത ന്യൂക്ലിയോടൈഡ് എടുക്കണം. അപ്പോൾ ഇതിന്റെ 5' ഈ സൈഡിലും 5' ഈ സൈഡിലും ദെൻ 3' സൈഡ് ഇവിടെയും വെക്കണം. സോ ഇങ്ങനെ എടുത്ത് പിടിപ്പിക്കുകയാണ്. സോ ഇത് ഏകദേശം ഒരു 5 to 10 ചില ബുക്കുകളിൽ 20 വരെയൊക്കെ പറയുന്നുണ്ട്. സോ ഇങ്ങനെ ഒരു ന്യൂക്ലിയോടൈഡ്സ് ഇങ്ങനെ ഉണ്ടായിട്ട് വരികയാണ്. അപ്പോഴും നമ്മൾ ഓർക്കേണ്ടത് ഈ സിഗ്മ എന്ന് പറയുന്നത് ഇവിടെ തന്നെ ഇരിപ്പുണ്ട്, RNA പോളിമറൈസിൽ ഇരിപ്പുണ്ട്. ചിലപ്പോഴെങ്കിലും ഈ സിഗ്മ ഇതിൽ നിന്ന് ചിലപ്പോൾ വിട്ടുപോയേക്കാം. സോ ന്യൂക്ലിയോടൈഡ്സ് ഉണ്ടാകുമ്പോൾ വിട്ടുപോകുന്ന സിഗ്മ വിട്ടുപോകുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുക അബോർട്ടീവ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. പക്ഷെ എന്തായാലും നമ്മളെ സംബന്ധിച്ച് ഇവിടെ ഒരു 20 എണ്ണം ഉണ്ടായെന്ന് അങ്ങ് വിചാരിക്കാം തൽക്കാലം. സോ ഇതാണ് ഇനീഷ്യേഷൻ. സോ ന്യൂക്ലിയോടൈഡ്സ് ഇങ്ങനെ പിടിപ്പിച്ച് പോവുകയാണ്. ഞാൻ ഒന്നും കൂടി മാറ്റി വരച്ചാൽ 1, 2, 3 ഇങ്ങനെ ന്യൂക്ലിയോടൈഡ്സ് ഇങ്ങനെ പിടിപ്പിച്ച് സോ mRNA ഇങ്ങനെ ഉണ്ടായി വരികയാണ്, അല്ലെങ്കിൽ വെറും RNA ഉണ്ടായി വരികയാണ്. ഇതാണ് ഇനീഷ്യേഷൻ. മൂന്നാമത്തെ സ്റ്റെപ്പിൽ ആദ്യത്തെ ന്യൂക്ലിയോടൈഡ് വെക്കുന്നത് മിക്കവാറും ചിലപ്പോൾ ഒരു പ്യൂരിൻ ആകാനാണ് ചാൻസ് എന്ന് ഞാൻ പറയാൻ വിട്ടുപോയി. പിന്നെ നാലാമത്തെ സ്റ്റെപ്പ് ഈസ് പ്രൊമോട്ടർ ക്ലിയറൻസ് ആണ്. ഓക്കെ, അപ്പൊ പ്രൊമോട്ടർ ഭാഗം നമ്മൾ പറഞ്ഞു അതിങ്ങനെ വീർത്തു. അടുത്ത സ്റ്റെപ്പ്, സോ ഈ ഭാഗത്തു നിന്ന് തന്നെ ഇപ്പൊ എന്ത് വേണം, ഈ സംഭവങ്ങൾ മൊത്തം ഇങ്ങോട്ടേക്കൊന്ന് നീങ്ങണം അല്ലെ. ഇതാണ് RNA പോളിമറൈസ്. സോ RNA പോളിമറൈസിൽ എന്തുണ്ട് നമ്മൾ പറഞ്ഞു, ഒരു സിഗ്മ സബ് യൂണിറ്റ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ഈ RNA പോളിമറൈസിൽ നിന്ന് സിഗ്മ സബ് യൂണിറ്റ് വിടും. സോ ഇതിപ്പോ ഇങ്ങോട്ടേക്ക് പോയി. സിഗ്മ സബ് യൂണിറ്റ് സെപ്പറേറ്റഡ് ഫ്രം RNA പോളിമറൈസ് ആൻഡ് RNA പോളിമറൈസിന് അപ്പോൾ ഒരു കൺഫർമേഷണൽ ചേഞ്ച് ഉണ്ടാകുന്നു. അത് പ്രൊമോട്ടർ ഭാഗത്തു നിന്ന് മുന്നോട്ട് പതിയെ നീങ്ങുകയാണ്. സോ ഇറ്റ് ഈസ് നൗ മൂവിങ് ഡൗൺ സ്ട്രീം എന്ന് നമുക്ക് പറയാമല്ലോ. പിന്നെ അഞ്ചാമത്തെ സ്റ്റെപ്പ് വിൽ ബി 5 ചെയിൻ ഇലോങ്ങേഷൻ ആണ്. നടക്കേണ്ടത്. സോ ഇവിടെ ഇങ്ങനെ വേർതിരിക്കുകയാണ്, ഇങ്ങനെയൊക്കെയാണ് എന്ന് വിചാരിക്കുക. ഇതിന്റെ പുറത്ത് നമ്മുടെ സംഭവം ഉണ്ട്. അപ്പൊ സക്സസീവ് ന്യൂക്ലിയോടൈഡ്സ് ഇതാണ് നമ്മളുടെ ടെംപ്ലേറ്റ് DNA സ്ട്രാൻഡ്. ഇവിടെ പറയുന്നുണ്ട് എന്തെല്ലാമാണ് എന്നുള്ളത് ഇവിടെ ഉണ്ട്. സോ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ന്യൂക്ലിയോടൈഡ്സിനെ എടുക്കുന്നു. ഇവിടെ ഇപ്പൊ അഡിനിൻ ആണെങ്കിൽ നമ്മൾ എടുക്കുക തൈമിഡിൻ ആയിരിക്കും. ഇവിടെ G ആണെങ്കിൽ നമ്മൾ C എടുക്കും. സോ അത് വെച്ചിട്ട് നമ്മളുടെ നേരത്തെ ഇവിടെ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. സോ ഇവിടെ ഇങ്ങനെ വെച്ച് പിടിപ്പിക്കുകയാണ്. ഇത് 5' to 3' ഡയറക്ഷനിലാണ് പോകുന്നത്. അപ്പൊ ന്യൂക്ലിയോടൈഡ്സ് നമുക്കറിയാം ഒരു 5' എൻഡ് ഉണ്ട്, 3' എൻഡ് ഉണ്ട്. 5' എൻഡിൽ നിന്ന് 2 ഫോസ്ഫേറ്റ് അങ്ങ് മുറിച്ച് മാറ്റുന്നു അല്ലെ. ന്യൂക്ലിയോടൈഡ്സ് ATP ട്രൈ ഫോസ്ഫേറ്റ് ആണ്. അതിൽ നിന്ന് എടുത്ത് മാറ്റുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ഫോസ്ഫേറ്റ് കിട്ടും. ഈ ഫോസ്ഫേറ്റ് മുറിക്കുമ്പോൾ നമുക്ക് 2 ഇനോർഗാനിക് ഫോസ്ഫേറ്റ് കിട്ടും. സോ ഈ ഇനോർഗാനിക് ഫോസ്ഫേറ്റ് മൂലമുള്ള എനർജി ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുക. ആൻഡ് ദിസ് ഈസ് ഡൺ ബൈ β1 സബ് യൂണിറ്റ് ആണ് ചെയ്യുക. β1 സബ് യൂണിറ്റിൽ ഒരു മഗ്നീഷ്യവുമായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു കാറ്റലിറ്റിക് സൈറ്റ് ഉണ്ട്. സോ കാറ്റലിറ്റിക് സൈറ്റ് ഓഫ് β1 സബ്
സബ് യൂണിറ്റ് വിച്ച് ഈസ് മാഗ്നീഷ്യമായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു സൈറ്റാണ്. സോ ഇത് വെച്ചിട്ടാണ് ഇതിന്റെ ഫോസ്ഫേറ്റ് മുറിച്ച് സോ ഇവിടെ പുതിയതായിട്ടുള്ള ആളങ്ങ് പിടിപ്പിക്കുക. സോ അടുത്തെടുക്കുന്നു, പിടിപ്പിക്കുന്നു, അടുത്തെടുക്കുന്നു, പിടിപ്പിക്കുന്നു. സോ പുതിയതായിട്ട് വരുന്ന ന്യൂക്ലിയോടൈഡ്സിന്റെ ഫോസ്ഫേറ്റ്, പൈറോഫോസ്ഫേറ്റ് വെട്ടിക്കളഞ്ഞ് അതിൽ നിന്ന് കിട്ടുന്ന ഫോസ്ഫേറ്റിൽ നിന്ന് കിട്ടുന്ന ഇനോർഗാനിക് ഫോസ്ഫേറ്റിൽ നിന്ന് കിട്ടുന്ന എനർജി ഉപയോഗിച്ചിട്ട് ഇത് പതുക്കെ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. അടുത്ത ന്യൂക്ലിയോടൈഡ്സ് എന്ന് പറഞ്ഞിട്ട് അങ്ങ് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. സോ അതിന് പറയാ ട്രാൻസ്ക്രിപ്ഷൻ ബബിൾ ഈസ് മൂവിങ്, നൗ മൂവിങ്. ഈ എനർജി വെച്ചിട്ടാണ് മൂവ് ചെയ്യുക. സോ പുതിയ ന്യൂക്ലിയോടൈഡ്സ് ആഡ് ചെയ്യുന്നത് 3' എൻഡിലായിരിക്കും, ഈ സൈറ്റിലായിരിക്കും എന്ന് നമുക്കറിയാം. സോ ഇവിടെ RNA പോളിമറൈസിനെ സഹായിക്കാനായിട്ട് ഓരോ ന്യൂക്ലിയോടൈഡും ചേർക്കാനായിട്ട് ഒരു പ്രോട്ടീൻ ഉണ്ട്. ആ പ്രോട്ടീന്റെ പേരാണ് ബ്രിഡ്ജ് പ്രോട്ടീൻ എന്ന് പറയും. സോ ഇവിടെ നമ്മൾ കോഡ് നോക്കുകയാണ്, ഏത് കോഡാണ് കൃത്യമായിട്ട് നോക്കിയിട്ട് അതിന് പറ്റിയ ന്യൂക്ലിയോടൈഡ്സ് എടുത്തുകൊണ്ട് വരിക. ഒരേ സമയം ഒരു ന്യൂക്ലിയോടൈഡ് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. സോ അപ്പോൾ നമുക്ക് പ്രൂഫ് റീഡിംഗ് ഉണ്ട് എന്ന് നമുക്ക് പറയാം, പ്രൂഫ് റീഡിംഗ് ഫംഗ്ഷൻ ഉണ്ട്. സോ പ്രോപ്പറായിട്ട് ബൈൻഡ് ചെയ്യുന്നുണ്ടോ അതും കൂടി നോക്കാൻ ടു എൻഷുർ ദിസ്. ഇത് രണ്ടും ചെയ്യുന്ന പണിയാണ് ബ്രിഡ്ജ് പ്രോട്ടീൻ ഉള്ളത്. സോ അപ്പോൾ നമ്മുടെ വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ പുതിയ ആൾ ഇങ്ങനെ ഉണ്ടായി ഇങ്ങോട്ടേക്ക് പോകും. അപ്പോൾ അതനുസരിച്ച് ഇത് പതിയെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഇനി അവസാനത്തെ സ്റ്റെപ്പ്, ലാസ്റ്റ് സ്റ്റെപ്പ് ഈസ് എന്തായിരിക്കും? ചെയിൻ ടെർമിനേഷൻ ആണ്. ചെയിൻ ടെർമിനേഷൻ മാത്രം നടന്നാൽ പോരാ, RNA റിലീസ് കൂടി നടക്കണം. നമ്മൾ ഉണ്ടാക്കിയ RNA പുറത്തേക്ക് വരികയും ചെയ്യണം. സോ ചെയിൻ ടെർമിനേഷൻ ഓൺ ദിസ് പ്രോസസ് 2 രീതിയിലാണ് നടക്കുന്നത്. വൺ ഈസ് റോ ഡിപ്പെൻഡന്റ് ആണ്, റോ ഡിപ്പെൻഡന്റ് ടെർമിനേഷൻ ഉണ്ട്. രണ്ടാമത്തത് റോ ഇൻഡിപെൻഡന്റ് ടെർമിനേഷൻ, ഓർ നമുക്കതിനെ ഇൻട്രിൻസിക് ടെർമിനേഷൻ, ഇൻട്രിൻസിക് ചെയിൻ ടെർമിനേഷൻ എന്ന് വിളിക്കാം. അപ്പോൾ ആദ്യത്തെ റോ ഡിപ്പെൻഡന്റ് ടെർമിനേഷൻ, അതിനകത്ത് നമ്മൾ പറയുകയാണെങ്കിൽ സോ പ്രോട്ടീൻ ഇത് മുകളിലെ ഇങ്ങനെയുണ്ട്, ഇവിടെ ഇങ്ങനെയുണ്ട്, നമ്മുടെ പുതിയ mRNA ഇങ്ങനെ പോകുന്നുണ്ട്. ഓക്കെ, സോ ഈ mRNA താഴത്തേക്ക് ഞാൻ വരയ്ക്കുകയാണ്, ഇങ്ങനെ നീട്ടി വരയ്ക്കുകയാണ്, ഇത്ര ഉണ്ടായതാണെന്ന് വിചാരിക്കുക. സോ ഇവിടെ ഒരു റോ പ്രോട്ടീൻ വന്ന് ഒട്ടിച്ചേരുകയാണ്. റോ എൻസൈംസ് ഉള്ള ഒരു പ്രോട്ടീൻ ആണ്. ആൻഡ് ദിസ് എൻ ഹെക്സാമർ ആണ്. 6 സംഭവം ഉള്ള ആറെണ്ണമുള്ള ഒരു പ്രോട്ടീൻ ഹെക്സാമർ ആണ്. ആൻഡ് ഇതിന് 2 കാറ്റലിറ്റിക് സൈറ്റ് ഉണ്ട്. ഒന്നൊരു ATPase ആക്ടിവിറ്റി ഉള്ള സൈറ്റ് ആണ്. രണ്ടാമത്തത് RNA DNA ഹൈബ്രിഡ് ഹെലിക്കേസ് അൺവൈൻഡിങ് ആക്ടിവിറ്റി ഉള്ള RNAയും ഇത് നമ്മുടെ DNA, ഇത് നമ്മുടെ RNA ഇതുമായിട്ട് ഒട്ടിച്ചേർന്നിരിക്കുന്നത് തടയാൻ കഴിയുന്നത്. സോ റോ എൻസൈം ഒട്ടിച്ചേരാൻ അവയുടെ ഒരു സൈറ്റ് ഉണ്ട്. ആൻഡ് ഇവിടെ ഞാൻ വരച്ചത് റെഡ് സൈറ്റ് ആണ്. റെഡ് സൈറ്റ് മീൻസ് റോ യൂട്ടിലൈസേഷൻ സൈറ്റിൽ റോ എൻസൈം വന്ന് ഒട്ടിച്ചേരുന്നു. ആൻഡ് ഇവിടെ ധാരാളം C ഉള്ള റിച്ച് റീജിയൻ ആണ്. C റിച്ച് റീജിയൻ, സൈറ്റിഡിനൊക്കെ കൂടുതലാണ്, G ഭയങ്കര കുറവാണ്. സോ അങ്ങനെയുള്ള ഒരു സൈറ്റിലാണ് നമ്മുടെ റോ വന്ന് ഒട്ടിച്ചേരുന്നത്. സോ റോയ്ക്ക് ഇങ്ങനെ അങ്ങോട്ട് മൂവ് ചെയ്യാനായിട്ട് പറ്റും. മൂവ് ചെയ്തിട്ട് ഇവിടെ എത്തിക്കഴിയുമ്പോഴത്തേക്കും ഇതിൽ നിന്ന് ഈ സംഭവത്തെ അടത്തി മാറ്റാനായിട്ട് പറ്റും. ബിക്കോസ് ദിസ് RNA ആൻഡ് DNA ഹൈബ്രിഡ് ഹെലിക്കേസ് എന്ന് പറയുന്ന അൺവൈൻഡിങ് ആക്ടിവിറ്റി ഉള്ള സൈറ്റ് ഉണ്ട്. അവിടെ പോയിട്ട് ഇതിൽ നിന്ന് ഇതങ്ങ് വിട്ടുപോകുന്നു. സോ ഈ സംഭവം ഇപ്പോൾ ഇങ്ങനെ പോയിട്ട് ഇവിടെ കിടക്കും, റോ ഇവിടെ ഉണ്ട്. ഓക്കെ, സോ ഇതാണ് ഒരു മെക്കാനിസം. സോ ദിസ് മെക്കാനിസം ഈസ് റോ ഡിപ്പെൻഡന്റ് ടെർമിനേഷൻ ആണ്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് റോ ഇൻഡിപെൻഡന്റ് ആണ്. റോ ഇൻഡിപെൻഡന്റ് എന്ന് പറഞ്ഞാൽ റോ എന്നും വരേണ്ട ആവശ്യം ഇല്ല ഇവിടെ. ഓക്കെ, പുറത്തുനിന്ന് ആരും വേണ്ട. സോ ദാറ്റ് ഈസ് കോൾഡ് ആസ് ഇൻട്രിൻസിക്. ഇപ്പൊ ഇവിടെ ഒരു പുതിയ എൻസൈമിന്റെയോ പ്രോട്ടീന്റെയോ ഒന്നും സഹായമില്ലാതെ തന്നെ mRNAയിൽ ഉണ്ടാകുന്ന കുറച്ച് GC റിച്ച് റീജിയൻ ഉണ്ടാകും. തുടർച്ചയായിട്ട് GC റിച്ച് റീജിയൻ ഉണ്ടായിട്ട് വരുന്നത്. അതിനെ നമ്മൾ ഇന്ററപ്റ്റഡ് ആൻഡ് ഇൻവേർട്ടഡ് റിപ്പീറ്റിംഗ് സീക്വൻസസ് എന്നാണ് പറയുക. ഇത് നമ്മുടെ DNA ആണെങ്കിൽ 2 സ്റ്റാൻഡ് ആണെങ്കിൽ ഇവിടെ തുടർച്ചയായിട്ട് കുറച്ച് സീക്വൻസസ് അങ്ങനെ ഇന്ററപ്റ്റഡ് ആൻഡ് ഇൻവേർട്ടഡ് റിപ്പീറ്റഡ് സീക്വൻസ് ആണ് വരിക. ഉദാഹരണത്തിന് ഇവിടെ AG CCC GC എന്ന് പറയുന്ന ഒരു കുറച്ച് കഴിയുമ്പോഴത്തേക്കും TC GCC അല്ലെങ്കിൽ CG ഇങ്ങനെ വരികയാണെന്ന് വിചാരിക്കാം. അപ്പൊ എന്താ സംഭവം? അപ്പൊ ഇതിൽ നിന്നുണ്ടാകുന്ന mRNA, ഇതിന്റെ ഓപ്പോസിറ്റ് കോഡ് അവിടെ ഉണ്ട്. സോ mRNA നോക്കുകയാണെങ്കിൽ ഈ mRNAയിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ കുറെ ഭാഗം G ഇവിടെ, C ഇവിടെ, G ഇവിടെ, C ഇവിടെ, അല്ലെങ്കിൽ C ഇവിടെ, G ഇവിടെ, GC ഇങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക? ഇവിടെ ട്രിപ്പിൾ ബോണ്ട് ആണ് ഉണ്ടാവുക അല്ലെ, ഹൈഡ്രജൻ ബോണ്ട്, ട്രിപ്പിൾ ഹൈഡ്രജൻ ബോണ്ട് ആണ് ഇവിടെ ഉണ്ടാവുക. ആൻഡ് ഇത് കഴിയുമ്പോഴത്തേക്കും പിന്നെ വരുന്ന കുറെ ഭാഗം, അപ്പോൾ ഇവിടെ ഒരു ട്രിപ്പിൾ ബോണ്ട് ഭാഗം ഉണ്ടായി. ഏകദേശം ഒരു 40 BP അങ്ങനെയൊക്കെയാണ് ഈ പ്രോട്ടീന്റെ ഭാഗം കഴിഞ്ഞാൽ ഉണ്ടാവുക. പിന്നെ ഉണ്ടാവുന്ന ഒരു ഭാഗം പോളി A ആണ്. പോളി A എന്ന് പറയുന്ന സീക്വൻസ് ആണ്. സോ ഇവിടെ നമുക്ക് T ആയിരിക്കും, അപ്പൊ ഇവിടെ A ആയിരിക്കും ഇങ്ങനെ. സോ ഇതിൽ നിന്ന് അപ്പൊ എന്തായിരിക്കും? mRNA ഉണ്ടാകുമ്പോൾ ഇത് തന്നെ mRNA ഞാൻ നീട്ടി വരയ്ക്കുകയാണെങ്കിൽ ഈ mRNA അവിടെ U എന്നാണ്. ഓക്കെ, അപ്പൊ ഇത് ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് ഇവിടെ A ആയിട്ടായിരിക്കും. അപ്പൊ ഇവിടെ ഡബിൾ ബോണ്ട് മാത്രമേ ഉള്ളൂ. സോ ഇവിടെ ഒരു എന്താ പറയാ, ബലം കൂടിയൊരു ഭാഗവും ഇവിടെ ഒരു ബലം കുറഞ്ഞ ഭാഗവുമായിട്ടാണ് ഉണ്ടാകുക. സോ ഇതാണ് നമ്മൾ പറയാ
ഹെയർ പിൻ ലൂപ്പ് സ്ട്രക്ചർ ഉണ്ടാകുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ GC റിച്ച് റീജിയൻ ആണ്, ഇവിടെ യു മാത്രം പോളി എ അല്ലെങ്കിൽ പോളി എയിൽ നിന്നുണ്ടാകുന്ന യു മാത്രമായിരിക്കും ഉണ്ടാവുക. സോ ഇങ്ങനെ ഒരു എന്താ പറയാ സ്ട്രക്ചറൽ പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്കും ഇവിടെ നമുക്കറിയാം ഇത് വേഗം വിട്ടുപോകാനായിട്ട് പറ്റും. ഡബിൾ ബോണ്ടാണ്, ഇവിടെ ആണെങ്കിൽ ട്രിപ്പിൾ ബോണ്ടുള്ള ഭാഗം. അപ്പൊ നമ്മുടെ RNA പോളിമറൈസ് ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഈ ഭാഗത്തിലൂടെ mRNAയിലൂടെ കടന്നു പോകാൻ പറ്റില്ല. ഈ ഭാഗം ഇവിടെ ഒരു ഹെയർ പിൻ ലൂപ്പ് സ്ട്രക്ചർ ആകുന്നു. ഇതിലൂടെ കടന്നു പോകാൻ പറ്റാതെ ഇവിടെ വന്ന് അവിടെ ബ്ലോക്ക് ആകും. ഇത് ബലം കുറഞ്ഞ ഏരിയ ആകുമ്പോൾ ഇത് അവിടെ നിന്ന് വിട്ടുപോവുകയും ചെയ്യും. സോ പോളി എ ഭാഗത്തെത്തുമ്പോൾ അത് വിട്ടുപോകാനും പറ്റുന്നു. സോ RNA സിന്തസിസ് അപ്പൊ ഇവിടെ വെച്ചിട്ട് കംപ്ലീറ്റ് ആകുന്നു. സോ നമ്മുടെ DNA ഇതാണെങ്കിൽ ഉണ്ടായ mRNA ഇവിടെയാണെങ്കിൽ ഇത് ഇവിടെ നിന്ന് അങ്ങ് വിട്ട് താഴത്തേക്ക് പോകും. സോ അപ്പൊ നമുക്ക് ഉണ്ടാക്കി നമുക്കൊരു mRNA ഇങ്ങനെ കിട്ടിയിരിക്കുകയാണ്. mRNA ആണെങ്കിൽ നമ്മൾ mRNA കുറിച്ചാണ് കൂടുതൽ പറയാ, ബിക്കോസ് പ്രോട്ടീൻ സിന്തസിസ് ഉള്ളതുകൊണ്ട്. mRNA ആണെങ്കിൽ പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ പ്രോസസ് ഒന്നും വേണ്ട എന്നാണ് നമ്മൾ പറഞ്ഞത്. പക്ഷെ rRNA ആണെങ്കിൽ വേണം, tRNA ഒക്കെ ആണെങ്കിൽ അത് വേണം. ഇനി ഇതിനെ റെഗുലേറ്റ് ചെയ്യുന്ന ഓപ്പറോൺ പ്രോസസ് ഉണ്ട്, അതൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് പറയാം. സോ ഇവിടെ വെച്ചിട്ട് നമുക്ക് ട്രാൻസ്ക്രിപ്ഷൻ ഇൻ പ്രോകാരിയോട്സ് നമുക്ക് നിർത്താം. അപ്പോൾ ഇനി നമുക്ക് പറയേണ്ടത് യൂകാരിയോട്സ് ആണ്, അത് നമുക്ക് അടുത്ത വീഡിയോ പറയാം. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.